അപ്പൊ നമ്മളിങ്ങനെ ചില സംഭവങ്ങളിൽ കുറച്ച് അലഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഹിദായത്ത് എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് സങ്കടം വന്നു പോകും. കാരണം ഞാന് ഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് ജനിക്കുകയും പിന്നീട് അത് ഉപേക്ഷിക്കുകയും ഒരുപാട് അലഞ്ഞു തിരിയുകയും ചെയ്ത് അൽഹംദുലില്ലാ നമ്മൾ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഒരു പക്ഷെ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ നഷ്ടം എത്ര മാത്രമാണെന്നുള്ളത് അത് ഒരിക്കലും തകർത്താൻ പറ്റാത്ത വലിയൊരു ജീവിതം തന്നെ ഒരു നഷ്ടക്കച്ചവടമായി പോകുന്നൊരു ഇതായി പോകുമായിരുന്നു എന്നുള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ എക്സ് മുസ്ലിംസ് ഏതെങ്കിലും കാലത്ത് അവർക്ക് ഇതിന്റെ ഒരു പ്രകാശം ഉണ്ടാവുമെന്ന് അള്ളാഹു അതിനെ പറയാൻ പറ്റില്ല. കിട്ടട്ടെ പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ കവിഞ്ഞൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് എത്രമാത്രം വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മൾ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളൊരു സന്തോഷമുണ്ട്. നമുക്ക് സാധാരണ രണ്ട് കൈയുണ്ട്, നമുക്ക് ഈ കൈയിലുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. പക്ഷെ അത് പോയിട്ടും തിരിച്ച് രണ്ടാമത് മുളച്ചു വന്നാലത്തെ അവസ്ഥ എന്താ? അയാളെ കാര്യം പറയണ്ടാവും. അയാൾക്ക് എത്രമാത്രം ആഹ്ലാദിക്കുന്നുണ്ടാവും അയാൾ. അതിനേക്കാളൊക്കെ എത്രയോ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പോയിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന് നമ്മളെ ദൈവം തെരഞ്ഞെടുത്തു എന്നുകൂടി, അല്ലെങ്കിൽ നമുക്കത് ഹിദായത്തിലേക്ക് ദൈവ സഹായത്തിൽ എത്തപ്പെട്ടു എന്നുകൂടി പറയുമ്പോൾ അൽഹംദുലില്ലാഹ്.